ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പുതിയ വർഷത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവായുടെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടി പ്രാർത്ഥനാപൂർവം ആരംഭിച്ചിട്ടുള്ള പുതിയ സേവന പദ്ധതിയാണല്ലോ ചാരെ എന്നുള്ളത്. അത് അർത്ഥമാക്കുന്നത് അരികത്തേക്ക് അല്ലെങ്കിൽ ഒപ്പം ഇരിക്കുക എന്നുള്ള ഒരു അർത്ഥതലമാണ്. പ്രത്യേകിച്ചും നമ്മുടെ മധ്യേ ഭവനങ്ങളിലായി ഏകാന്തതയിലും പ്രായാധിക്യത്തിലും കഴിയുന്ന ഓരോ മക്കൾക്കും സഭയുടെ സാന്ത്വന സ്പർശനം നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ആഗ്രഹിക്കുന്നതും പ്രാവർത്തിക പദത്തിലെത്തിക്കുവാൻ ശ്രമിക്കുന്നതും. ധാരാളം കടമ്പകൾ അതിൻ്റെ പിന്നിലായി ഉണ്ടെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ അതിൻ്റെ സന്നദ്ധ സേവകരാകുവാൻ മുന്നോട്ട് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഏകാന്തത പ്രായാധിക്യമെന്ന് പറയുന്നത് ഒരു കുറവായിട്ട് കാണുന്നതിനേക്കാൾ കൂടുതലായി നമ്മളൊക്കെ എത്തിച്ചേരുന്ന ഒരവസ്ഥയുടെ പ്രതിഫലനം കൂടിയാണ്. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തകർക്കും പ്രവർത്തനങ്ങൾക്കും ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന് മാത്രം. നമുക്കാരുടെയും കുറവുകളെ നീക്കുവാൻ പറ്റിയില്ല എങ്കിലും ഉള്ള അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ നമുക്ക് സാധ്യമാകും. 2 വാക്കുകൾ പ്രധാനമായിട്ടും നാം ഓർക്കുക. ഒന്ന്, പ്രിസർവിങ് ദ വെൽബീയിങ് ആൻഡ് റെസ്പെക്റ്റിംഗ് ദ ഫീലിങ്സ്. അപ്പോൾ ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ വെൽബീയിങ്ങിൻ്റെ അവസ്ഥകളിലേക്ക് ധാരാളം തലങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്വായത്തമായ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതും നമ്മുടെ സഹചരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ചാരെ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യമായി അവരുടെ ഡിഗ്നിറ്റിയെ കീപ്പപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഓട്ടോണമിയെ റെസ്പെക്റ്റ് ചെയ്യാനും നമുക്ക് കഴിയണം. അത് അർത്ഥമാക്കുന്നത്, റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കെയറിൻ്റെ ഒരു പാർട്ടാണ്. അവർക്ക് സാധ്യമായ തലങ്ങളിലാണ് അവർ കഴിയുന്നത്. പക്ഷേ പലപ്പോഴും അവർക്ക് ഉചിതമാകുന്ന അർഹിക്കുന്ന തരത്തിൽ അവരുടേതായ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അവർക്ക് പറ്റാതെ പോകുന്നുണ്ട്. നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്നുവെങ്കിലും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കാതെ പോകുന്നു. പുതുവസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കാതെ പോകുന്നു. അതോടൊപ്പം തന്നെ ആരെയെങ്കിലുമൊക്കെ സന്ദർശിക്കണമെന്നും ആരോടൊപ്പമെങ്കിലുമൊക്കെ ആയിരിക്കണമെന്നും ആഗ്രഹിക്കുമ്പോഴൊക്കെ അത് നടക്കാതെ പോകുന്നു. സോ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അവരോട് റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സാധ്യതകളെക്കുറിച്ചും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബോധമായിരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുവാൻ പറ്റുമെങ്കിലും ചാരയുടെ പ്രവർത്തനം നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട്, അവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ കെയർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക. ലോൺലിനെസ് എന്ന് പറയുന്നത് ഇത് വളരെ പെയിൻഫുള്ളാണ്. അവരോട് സ്ഥിരമായി സംസാരിക്കുവാൻ, അവരുടെ കൈ പിടിച്ച് ഒന്ന് നടത്തുവാൻ, അവരുടെ നല്ല ഓർമ്മകളെ ഒന്ന് അയവിറക്കുവാൻ, അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, അവരുടെ കൂടെ സമാധാനപരമായിട്ടൊന്ന് ഇരിക്കുവാനെങ്കിലും ചാരയുടെ പ്രവർത്തനത്തിലൂടെ സാധ്യമാകുന്നുവെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി എന്നർത്ഥമാക്കുന്നു. പ്രത്യേകിച്ചും ആത്മീയമായ തലങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്നവർക്ക് ആ തലത്തിൽ തന്നെ ഒരു റീഅഷുറൻസ് കൊടുക്കുവാൻ ചാരയുടെ പ്രവർത്തനത്തിലൂടെ സാധ്യമാകും. അങ്ങനെ അവരുടെ ശിഷ്ടജീവിതം ധന്യമാവുകയും അർത്ഥപൂർണമാവുകയും ചെയ്യും. മൂന്നാമതായിട്ട് അവരോട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, പലപ്പോഴും പല ഭവനങ്ങളിലായോ കെയർ ഹോമുകളിലായോ അല്ലെങ്കിൽ ആശുപത്രികളിലായോ ഇങ്ങനെ ഉള്ളവർ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശ കടന്നുകൂടാറുണ്ട്. തങ്ങളെ കൊണ്ട് ഇനി സമൂഹത്തിനോ ഭവനത്തിനോ ആവശ്യമില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാകാറുണ്ട്. എന്നാൽ ചാരയുടെ പ്രവർത്തനത്തിലൂടെ ആരെങ്കിലും ഒക്കെ അവരെ സന്ദർശകരായി വരുന്നു എന്നും ഇനി അല്ല അവർക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കാം,
രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഓരോ പ്രവർത്തനത്തിൽ അവർ ഇൻവോൾവ് ആകുന്നുവെന്നും, ഉച്ചയ്ക്ക് ആരെങ്കിലും സന്ദർശകരെത്തുന്നുവെന്നും, വൈകുന്നേരം മക്കളുടെ ഫോൺ വിളികൾ വരുന്നുവെന്നും, രാത്രിയിൽ ആരെങ്കിലും സന്ദർശിപ്പാൻ എത്തുമെന്നും ഒക്കെയുള്ള നല്ല സന്ദേശം അവർക്ക് കൊടുത്ത് ഓരോ ദിവസവും ഓരോ നിമിഷവും അവരെ ആക്റ്റീവായിട്ടിരിക്കാനും ചാരിയുടെ പ്രവർത്തനത്തിലൂടെ സാധ്യമാകും. ഇനി അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് സന്നദ്ധരായി വന്നിരിക്കുന്ന ഈ പ്രവർത്തകർക്ക് വേണ്ടിയാണ്. അവർ അഭിമുഖീകരിക്കുന്നത് പലപ്പോഴും സന്തോഷങ്ങളായിരിക്കുകയില്ല. പലപ്പോഴും അവരുടെ മാനസികാവസ്ഥയെ വരെ ബാധിക്കുന്ന തരത്തിൽ ഈ ഒരു ചുറ്റുപാട് അവരെ കൊണ്ടെത്തിക്കും. അപ്പോൾ ചാരിയുടെ പ്രവർത്തനത്തിൽ ഈ വൃദ്ധരായവരെയും ഏകാന്തതയിലിരിക്കുന്നവരെയും മാത്രമല്ല, അതിനുവേണ്ടി സന്നദ്ധത പ്രവർത്തിക്കുന്നവർക്കും ഒരു ബാക്കപ്പും സ്ട്രെങ്തും കറേജും കൗൺസിലിങ്ങും കൊടുക്കേണ്ടതും ആവശ്യമാണ്. ഇനി അവസാനമായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, പലപ്പോഴും എല്ലായിടങ്ങളിലും നമുക്ക് എത്തിച്ചേരുവാൻ പറ്റിയെന്നിരിക്കില്ല. സോ ഒരു നല്ലൊരു നെറ്റ്വർക്ക്, സപ്പോർട്ട് നെറ്റ്വർക്ക് ബിൽഡപ്പ് ചെയ്യുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. നമ്മൾക്ക് എത്തപ്പെടാൻ പറ്റിയില്ല എങ്കിൽ പോലും ലോക്കലിയുള്ള ഏതെങ്കിലും ഒരു പാരിഷിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അത് കൊണ്ടുപോകാം. അവിടെയുള്ള പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുമായി ചേർത്ത് ചിന്തിക്കാം. അതിനും അപ്പുറമായി ഏറ്റവും നല്ല അയൽക്കൂട്ടങ്ങളെ കണ്ടെത്തി അവരുടെ കെയറും സംജാതമാക്കാം. ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സർവീസിൻ്റെ നല്ല ഉദാത്തങ്ങളായി തീരട്ടെ ഈ ചാരിയുടെ പ്രവർത്തനം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അവസാനമായിട്ട് കെയറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രായാധിക്യമുള്ളവരെ കരുതുന്നു എന്ന് പറയുന്നത്, ഇതൊരു സ്നേഹത്തിൻ്റെ പ്രകടനം മാത്രമല്ല, അവരുടെ ഡിഗ്നിറ്റിയെ ബഹുമാനിക്കുന്നതാണ്, അവരുടെ ഹ്യൂമാനിറ്റിയെ മാനിക്കുന്നതാണ്. സോ എല്ലാ സ്റ്റേജും, ലൈഫിൻ്റെ എല്ലാ സ്റ്റേജസും അത് വാല്യൂഡ് ആണ് എന്ന് പൂർണ്ണമായി നമ്മുടെ തലമുറയെ ബോധവൽക്കരിക്കുക. നമ്മൾ ഒരാൾക്ക് ഒരു കെയർ ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരെ നല്ലവണ്ണം നമ്മൾ കേൾക്കുവാൻ ശ്രമിക്കുന്നു, അവരോടൊപ്പം ആയിത്തീരുവാൻ ശ്രമിക്കുന്നു. അവർക്ക് നമ്മൾ നൽകുന്ന നല്ല ആശ്വാസം എന്ന് പറയുന്നത് അവർ നമ്മുടെ സഹജീവികളാണെന്നുള്ളതും, ഈ ഒരു ജീവിതയാത്രയിൽ കരുണയുടെയും കൃപയുടെയും വാഹകരാണ് നാം ഓരോരുത്തരുമെന്നും ഉള്ള അർത്ഥപൂർണ്ണം ചാര നമുക്ക് നൽകുന്നു. വീണ്ടും നമുക്ക് ഓർക്കാം, ചാര എന്ന വാക്ക്, വി ഹാവ് ടു ബി നിയർ ടു സംവൺ, കെയറിങ് സംവൺ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.